ഹർഷ, പണ്ട് ഒരു സിനിമാ സ്റ്റൈലിൽ തിരുവനന്തപുരത്തിന്റെ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു ബസ്സിന് കുറുകെ കാറ് ചവിട്ടി നിർത്തി ബസ്സുകാരനോട് ആക്രോശിക്കുന്നതും അയാളെ ജയിലിലേക്ക് അല്ലെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. ലൈംഗിക ചുവയോടുകൂടി അയാൾ പെരുമാറി അല്ലെങ്കിൽ ആംഗ്യങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസെടുത്തത്. ഇന്ന് യദുവിന്റെ ഗതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വിഗ്ഗി ഓടുകയാണ്. യദു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ആര്യ രാജേന്ദ്രനെ ഭാഗ്യവശാൽ കാണുക പോലും ചെയ്യരുത് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, KSRTC ഡ്രൈവറായിരുന്ന യദു ഇന്ന് ഒരു ജോലി പോലും ചെയ്യാൻ കഴിയാതെ സ്വിഗ്ഗി ഓടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചു. ആർക്കിത് പണ്ടേ ഒഴിവാക്കി കൂടായിരുന്നു? തീർച്ചയായിട്ടും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനേക്കാൾ ഉപരി സാധാരണ ഒരു KSRTC ഡ്രൈവറായി ആർക്കും ഒരു ശല്യവും ഇല്ലാതെ എവിടെയും ഇപ്പോൾ യദു എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഒരു വ്യക്തിയുടെ മുൻപിൽ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഓടിച്ചിരുന്ന ബസ്സിന്റെ മുൻപിൽ കൊണ്ട് വണ്ടി നിർത്തുന്നു. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആര്യ രാജേന്ദ്രന്റെ ഷോ, ആ ഷോയ്ക്ക് പിന്നാലെ യദു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഈ പറയുന്ന വ്യക്തിക്ക് KSRTC ജോലി നഷ്ടപ്പെടുന്നു. പിന്നീട് ഏതൊക്കെ സ്വകാര്യ ബസ്സുകളിൽ അദ്ദേഹം ജോലിക്ക് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഓടിക്കുന്ന ബസ്സുകളെല്ലാം തന്നെയും MVD അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വേറെ നിവർത്തിയില്ല. അദ്ദേഹം ഇപ്പോൾ ഡെലിവറി ബോയ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല, യദുവിലൂടെ നേട്ടം കൊയ്യാൻ ശ്രമിച്ചിരുന്ന മറ്റു ചിലരുടെ കൂടി കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് VV രാജേഷിനെ പോലെ പല നേതാക്കന്മാർ, VV രാജേഷ് ഇന്നിപ്പോൾ ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറാണ്, അദ്ദേഹം ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും യദുവിനെ സമീപിക്കുകയും ഈ പറയുന്ന പല ചോദ്യങ്ങൾ, അതായത് മേയറുടെ ഡ്രൈവറായി വിളിച്ചാൽ വരുമോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അത് ജനങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിൽ തണുപ്പ് നൽകി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള പലർക്കും യദു എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിപരമായി അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അദ്ദേഹത്തിന്റെ അവസ്ഥ, CPM അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോടൊരു സഹതാപം തോന്നിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവസരം മുതലെടുക്കാൻ വേണ്ടി ഈ പറഞ്ഞ VV രാജേഷ് പോയി സംസാരിച്ചിരുന്നു. മേയറുടെ ഡ്രൈവറായി ജോലി ലഭിച്ചാൽ വരുമോ എന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ പലപ്പോഴായി അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ കുറച്ചെങ്കിലും ഒന്ന് ആഗ്രഹിച്ചു കാണും, അങ്ങനെ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നിരിക്കും എന്നുള്ളത്. CPM-നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയമാണ്. ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയർ ആയിരിക്കുന്ന സമയത്ത് CPM-നെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ, CPM-ന് ഏറ്റവും കൂടുതൽ നാണക്കേട് കൊടുത്ത ഒരു വിഷയമായിരുന്നു ആര്യ രാജേന്ദ്രൻ സിനിമാ സ്റ്റൈലിൽ അദ്ദേഹത്തിനെ ചേസ് ചെയ്ത് പിടിക്കുന്നത്. പിന്നീട് അദ്ദേഹം മദ്യപാനിയാണ് എന്ന് പറഞ്ഞു വരുത്തുന്നു. അതെല്ലാം ചെക്ക് ചെയ്തിറക്കി അദ്ദേഹം മദ്യപിച്ചിട്ടൊന്നുമില്ല. ഏറ്റവും ഒടുവിലെ കുറ്റപത്രത്തിൽ ആര്യ രാജേന്ദ്രന്റെയും ഭർത്താവിന്റെയും പേരില്ലായിരുന്നു എന്നുള്ളത് മേറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതിലും വലിയ നാണക്കേട് CPM-ന് ഉണ്ടാകാനില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തിന്റെ ശേഷം ഈ വിഷയം ഇല്ലാതാക്കാൻ യദുവിന്റെ അടുത്ത് പോയൊരു ക്ഷമ പറഞ്ഞ് കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുത്താൽ തീരാവുന്ന വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വിഷയം ആരും ചർച്ച ചെയ്യാതെ പോയത്. പക്ഷേ ഈ ഈഗോയാണ് ഇവിടം വരെ കൊണ്ടെത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്കറിയാലോ CPM എങ്ങനെയായിരുന്നു ആര്യ രാജേന്ദ്രനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത് എന്നുള്ളത്. സ്വാഭാവികമായും താൻ എന്തോ വലിയ സംഭവമാണ്, തനിക്കപ്പുറത്ത് ഈ പറയുന്ന ഡ്രൈവർമാരൊക്കെ തന്റെ കാൽക്കീഴിലാണ് എന്നുള്ള ഒരു ആ ഒരു ധാർഷ്ട്യ ഭാവം കൃത്യമായി ആര്യ രാജേന്ദ്രനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇവർക്ക് തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതെ, ആര്യ രാജേന്ദ്രന് നാണക്കേടുണ്ടാക്കിയതിൽ ഏറ്റവും വലിയൊരു വിഷയം യദുവിന്റെ ഒരു വിഷയം തന്നെയാണ്. കേരളം മൊത്തത്തിൽ ചർച്ച ചെയ്താണ്. നമുക്കറിയാം, ഇപ്പോൾ യദുവിന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും സമീപിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ യദു മറ്റേതെങ്കിലും ബസ്സിൽ, അതായത് അദ്ദേഹം റോബിൻ ബസിന്റെ ഉടമ അദ്ദേഹത്തിനെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ എല്ലാം വിഷയം എന്ന് പറയുന്നത്, അദ്ദേഹം ഏതെങ്കിലും ഒരു ബസ്സിലേക്ക് പോകുകയാണെങ്കിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും കൈ കാണിച്ച് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓണർമാർക്ക് അത് ബുദ്ധിമുട്ടാണ്. കാരണം ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് നിശ്ചയത്തോടു കൂടി ഇറങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു നിലയിലായിരുന്നു യദുവിന്റെ ലൈഫ് എന്ന് പറയുന്നത്. CPM-നെ തൊട്ട് കഴിഞ്ഞാൽ, CPM-നെ ആക്രമിച്ചു കഴിഞ്ഞാൽ, CPM-നെ നാണക്കേട് ഉണ്ടാക്കി കഴിഞ്ഞാൽ CPM വെറുതെ ഇരിക്കത്തില്ല, കൃത്യമായിട്ട് പൂട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ കണ്ണൂരൊക്കെ എങ്ങനെയാണ് ഒരാളെ പൂട്ടണമെന്ന് CPM കരുതി കഴിഞ്ഞാൽ പൂട്ടുന്നതെന്ന്, അവിടുന്ന് വീട് വിറ്റ് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ യദുവിനെ സംബന്ധിച്ച് ഒരു ബസ്സിൽ പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ ബസ് പോലും ഓടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വിഗ്ഗി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്വിഗ്ഗി ഓടുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ആര്യ രാജേന്ദ്രന്റെ ഭാഗമൊക്കെ വരുന്നിടത്താണ് അദ്ദേഹം സ്വിഗ്ഗി ഓടുന്നത്. ഒരു കാരണവശാലും ആര്യയെ കാണരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നാണ് യദുവിന്റെ ആഗ്രഹം അദ്ദേഹം പറയുന്നത്.
അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമായിരുന്നു. CPM-നെ സംബന്ധിച്ച് നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടെത്തിച്ചൊരു വിഷയം. അതെ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരുപാട് പിഴവുകൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഒന്നോ രണ്ടോ അല്ല, എണ്ണിയാൽ ഒടുങ്ങാത്തത്രത്തോളം പിഴവുകൾ. പക്ഷേ അതെല്ലാം CPM-ന് പാച്ചപ്പ് ചെയ്ത് പോകാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ തമാശ രൂപേണ പറയുന്ന ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ കാര്യമാണെങ്കിൽ പോലും CPM അതിനെയൊക്കെ കൃത്യമായി എങ്ങനെയൊക്കെയോ ജനങ്ങളുടെ മനസ്സിൽ നിന്നും മറപ്പിക്കാൻ അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്നും ഇല്ലാതെയാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. പക്ഷേ യദുവിന്റെ ഈ ഒരു വിഷയം ഒരിക്കലും ജനങ്ങൾ മറക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം നമ്മളെ പോലെ തന്നെ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ജീവിതമാർഗം മുട്ടിക്കുക, പിന്നീട് അയാളെ ജീവിക്കാൻ അനുവദിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക, വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം. മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ CPM-ന് ഏറ്റവും കൂടുതൽ നാണക്കേട് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബസ്സിനകത്തുണ്ടായിരുന്ന മെമ്മറി കാർഡ്, ആ മെമ്മറി കാർഡ് കാണാതെ പോകുന്ന ഒരു സാഹചര്യം. അതെ, CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ്. ഇത് എപ്പോഴും പറയുന്നുണ്ട് അതിൽ മെമ്മറി കാർഡ് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം എന്ന് പറഞ്ഞ് അവസാനം സ്റ്റേഷനിൽ എത്തുമ്പോൾ മെമ്മറി കാർഡ് ഇല്ല. അത് വലിയൊരു വിഷയമായിട്ട് മാറുന്നു. പിന്നീട് ഇതിന് FIR ഇട്ട് ഇതിന് റിപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യത്തിൽ മേയറെയും മേയറുടെ ഭർത്താവിനെയും ഒഴിവാക്കുന്ന സാഹചര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ രണ്ടുപേരും ആ വിഷയത്തിലില്ല. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ സാധാരണപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നലുണ്ടാകുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ. ഇപ്പോൾ ഒരു സാധാരണപ്പെട്ട മനുഷ്യന് ജോലി പോവുക എന്ന് പറയുന്നത് അവ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും KSRTC-യിൽ ഡ്രൈവറായിട്ടാണെങ്കിലും ജോലി ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ജോലി പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം പിന്നീട് ഏതെങ്കിലും പ്രൈവറ്റ് ബസ്സിലേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാലോ MVD-യുടെ ഭാഗത്ത് നിന്ന് കൈ കാണിക്കുന്നു, നിർത്തുന്നു, ചോദ്യം ചെയ്യുന്നു. അപ്പോ അതിലിരിക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മുതലാളിമാർക്ക് ഡ്രൈവറെ മാറ്റിയേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അല്ല, ഇതിനെ രാഷ്ട്രീയ നേട്ടമാക്കാൻ പലരും ഉപയോഗിച്ചിരുന്നു. അതും ഇത് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VV രാജേഷിനെ പോലെ പലരും ഇതിനെ അവരുടെ ആവശ്യത്തിന് അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. യദുവിനെ യഥാർത്ഥത്തിൽ കരുവാക്കിയിരുന്നു പലപ്പോഴും പലരും. അതായത് CPM-നെതിരെ തിരിച്ചടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാനൊക്കെ കൃത്യമായി അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അവർക്കും യദുവിനെ ആവശ്യമില്ല എന്നുള്ളതാണ്. യദു ഇപ്പോൾ ഒരു സാധാരണ നമ്മളൊക്കെ പറയുന്നത് പോലെ കറിവേപ്പിലയായി എടുത്ത് മാറ്റുന്ന ഒരു സാഹചര്യം. ആവശ്യമില്ലെന്നല്ല, ഓരോ സമയത്തും ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷ സംഘടനകൾ കൃത്യമായിട്ട് അത് ഇടപെടും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വിഷയം ചർച്ചയാവും. ത്രിതല പഞ്ചായത്തിൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള വിഷയം യദുവിന്റെ വിഷയം തന്നെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ BJP-ക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പോയതിൽ, BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിൽ അതിൽ പ്രധാനപ്പെട്ട പങ്ക് യദുവിനുമുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് യദുവിന്റെ വിഷയം അത്രത്തോളം തിരുവനന്തപുരം നഗരത്തിൽ ചർച്ചയായിട്ടുണ്ട്, കേരളത്തിൽ ചർച്ചയായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആര്യയുടെ മറ്റ് പ്രവർത്തനങ്ങളാണെങ്കിലും ആര്യയ്ക്ക് വലിയൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ യദുവിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വലിയൊരു വിഷയം തന്നെയാണ്. ഇതുപോലുള്ള യദുവിനെ സൃഷ്ടിക്കാതിരിക്കാൻ CPM ശ്രമിച്ചില്ലെങ്കിൽ വലിയൊരു തോൽവി CPM ഉണ്ടാവും. തീർച്ചയായിട്ടും.